നമസ്കാരം. എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിരുന്നു. വിസിറ്റിംഗ് വിസയിൽ വന്ന് 10,00,000 ഏജന്റിന് കൊടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഏജന്റ് പറഞ്ഞു കേൾക്കുന്നത് യുകെയിൽ വന്ന് 1-2 മാസത്തിനുള്ളിൽ ജോലി ശരിയാവും. അത് കഴിഞ്ഞിട്ട് ഒരു എംപ്ലോയ്മെന്റ് കിട്ടി അങ്ങനെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇത് വിശ്വസിച്ചിട്ട് 10,00,000 കൊടുത്തിട്ട് ഒരാൾ ഇവിടെ വന്നിട്ട് എന്നെ വിളിച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് വിളിച്ചത്. അപ്പം ഒരു മാസമൊക്കെ കഷ്ടി നിൽക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ല. ഗുരുദ്വാരയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്തെങ്കിലും രീതിയിൽ സ്വിച്ച് ചെയ്യാൻ പറ്റുമോ, ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ചാലും. ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക, വിസിറ്റിംഗ് വിസയിൽ വന്ന ഒരാൾക്ക് ഒരു കാറ്റഗറിയിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു പരമായ സത്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഈ വിസിറ്റിംഗ് വിസകൾ 6 മാസത്തെ കാലാവധിയായിട്ട് ഉള്ള വിസിറ്റിംഗ് വിസകളുണ്ട്, 2 വർഷത്തെ ഉണ്ട്, 5 വർഷത്തെ ഉണ്ട്, 10 വർഷത്തെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ആ പ്രോസസ്സിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. ബേസിക്കായിട്ട് ഈ ടൂറിസ്റ്റ് വിസയിൽ, ബിസിനസ് വിസയിൽ, അല്ലെങ്കിൽ ഫാമിലി റീയൂണിയൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശരിക്കും 6 മാസം യുകെയിൽ നിന്നിട്ട് പിന്നീട് തിരിച്ചു പോകണം. എന്നിട്ട് പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞ് വരാൻ പറ്റും. ചിലർ കാണിക്കുന്ന ഒരു റോങ് എക്സസൈസ് എന്താണെന്ന് വെച്ചാൽ 6 മാസം ഇവിടെ നിൽക്കും. പ്രത്യേകിച്ച് പേരൻസിനൊക്കെ വിസ അടിച്ച് 2 വർഷത്തെ വിസയാണെങ്കിൽ 6 മാസം ഇവിടെ നിൽക്കും, പിന്നീട് നാട്ടിൽ പോയി 2 മാസം കഴിഞ്ഞ് കയറി. ഇപ്പോൾ ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് കറക്റ്റാണെന്നുള്ളതല്ല. അവരെപ്പോഴെങ്കിലും ഒരു പിടി വീണ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ യുകെയിലോട്ടുള്ള വരവ് എന്നേക്ക് വരുന്നു. അതെല്ലാവരും വളരെ സൂക്ഷിക്കുക. ആ മൾട്ടി എൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് 6 മാസം ഇവിടെ നിൽക്കുക, പിന്നീട് നാട്ടിൽ പോയി 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരിക. കൂടാതെ ഈ വിസിറ്റിംഗ് വിസ നോർമലി എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. 3 എക്സെപ്ഷൻ സർക്കംസ്റ്റാൻസസ് ഒഴിച്ചാൽ വേറെ ഒരു കാരണവശാലും വിസിറ്റിംഗ് വിസ സാധാരണ രീതിയിൽ ഇവിടെ നിന്നുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വിസിറ്റിംഗ് വിസ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഇമിഗ്രേഷൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതൊരു ലീഗലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളെ കൊണ്ട് ചെയ്യിക്കും. ഒരുപാട് റിവ്യൂസ് ഇപ്പോൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് 4 പ്രാവശ്യം റിവ്യൂസ്. നാട്ടിലെ ട്രാവൽ ഏജന്റ് അവർ ലീഗലി ട്രെയിൻഡ് അല്ല, അവർ ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അവർ ചിലപ്പം ഫേക്ക് ഡോക്യുമെന്റ്സ് വെക്കും. അങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റൻസസ് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള അവരുടെ ഫ്യൂച്ചറിലോട്ടുള്ള വരവിനെ അത് ബാധിക്കും. ആ വിസിറ്റിംഗ് വിസ ആപ്ലിക്കേഷൻ അങ്ങനെ റോങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. കാരണം കൺസീൽമെന്റ് ഓഫ് മെറ്റീരിയൽ ഫാക്ട് ഈസ് ഫെറ്റൽ ആൻഡ് ഡെട്രിമെന്റൽ എന്ന് പറയാം. നമുക്ക് ഹോം ഓഫീസിന് എന്ത് ഇൻഫർമേഷൻ ഫർണിഷ് ചെയ്താലും അത് ജെനുവിൻ ആയിരിക്കണം, അതിനകത്ത് ഹോണസ്റ്റി വേണം. കാരണം ആദ്യത്തെ ഒരു രീതിയിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ചെയ്തു, പിന്നീടുള്ള ആപ്ലിക്കേഷനിൽ വേറൊരു കാരണം വെച്ചു, അതൊക്കെ ഇതിനെ പിന്നീട് റിഫ്യൂസ് ചെയ്യാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബെസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ഒരു ഇമിഗ്രേഷൻ ഓഫീസറെ സമീപിക്കുക, എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ചെയ്യുക. താങ്ക് യു.